ആദി പാറുവിനെ തന്നോട് ചേർത്ത് പിടിച്ചു. പകുതി വഴിയിൽ എത്തിയപ്പോൾ തന്നെ പാറു ഉറങ്ങിപ്പോയിരുന്നു. ആദി അവൾക്ക് സീറ്റ് പിന്നിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു കൊടുത്തു, കംഫർട്ടബിൾ ആയ ഉറക്കം കിട്ടാൻ വേണ്ടി. എന്നിട്ടും അവളുടെ തല ചരിഞ്ഞു വന്നു. പിന്നീട് ആദി മെല്ലെ അവളെ തൻ്റെ മടിയിലേക്ക് ചായ്ച്ചു കിടത്തി മെല്ലെ തട്ടിക്കൊടുത്തു. അവൾ ഗാഢമായ ഉറക്കത്തിലേക്ക് വീണു. വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ച് കാർ കണ്ടപ്പോൾ തന്നെ സെക്യൂരിറ്റി ഗേറ്റ് തുറന്നിട്ടു. ഡ്രൈവർ കാർ മുറ്റത്ത് കൊണ്ട് നിർത്തി. ലേഡി ഗാർഡ് ഇറങ്ങി ഡോർ തുറന്നു കൊടുത്തു. ആദി അവളെ കൈകളിൽ കോരിയെടുത്തു മെല്ലെ കാറിൽ നിന്നിറങ്ങി. ലേഡി ഗാർഡ് ഫയൽസ് എടുത്തു കൊണ്ട് പിന്നാലെ പോയി. അപ്പോഴേക്കും മൂർത്തിയും യമുനയും വാതിൽ തുറന്നിറങ്ങി വന്നു. ഉറങ്ങുന്ന പാറുവിനെ കണ്ട് യമുന പറഞ്ഞു, മുകളിൽ മോളുടെ റൂമിൽ കൊണ്ട് കിടത്തിക്കോ. അവർ അവന് വഴിയൊഴിഞ്ഞു കൊടുത്തു. ആദി കൂളായി അവളെയും കൊണ്ട് സ്റ്റെപ്പ് കയറി. മുമ്പ് പാറുവിന് തലയ്ക്ക് മുറിവ് പറ്റിയ സമയത്ത് വീട്ടിൽ വന്നിട്ടുള്ളതിനാൽ ആദിക്ക് അവളുടെ റൂം അറിയാം. ആദി അവളെ കിങ് സൈസ് ബെഡിൽ കൊണ്ട് ചെന്ന് കിടത്തി. പിന്നെ അവളുടെ കാലിലെ ഷൂ അഴിച്ചു മാറ്റി ഷൂ റാക്കിൽ വെച്ചു. വാച്ച് അഴിച്ചു മാറ്റി ടേബിളിൽ വെച്ചു. അവളുടെ കഴുത്ത് വരെ പുതച്ചു കൊടുത്തു. AC അഡ്ജസ്റ്റ് ചെയ്തു വെച്ചു. പുറത്തിറങ്ങി ഡോർ ചാരി വെച്ചു. അവൻ താഴേക്ക് സ്റ്റെപ്പ് ഓടിയിറങ്ങി. ആ പോക്കിൽ അവൻ്റെ നീളമുള്ള ചെമ്പൻ മുടിയിഴകൾ പാറിക്കളിച്ചു. അവൻ ഇടത് കൈ കൊണ്ട് മുടി അലസമായി മാടി ഒതുക്കിക്കൊണ്ട് ഹാളിൽ മൂർത്തിയുടെ അരികെ ചെന്നു. മൂർത്തി സെറ്റിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവനും അലസമായി സെറ്റിയിലേക്ക് വീണു. അപ്പോഴേക്കും ഗാർഡുകൾ ഫയലെല്ലാം മൂർത്തിയെ കൊണ്ടുകൊടുത്തു. അത് വാങ്ങിവെച്ച് അയാൾ ആദിയെ നോക്കി. എന്തായിരുന്നു ഓഫീസിൽ പ്രശ്നം? ആദി സംശയത്തിൽ അയാളെ നോക്കി. സാർ എങ്ങനെ അറിഞ്ഞു? അവൻ നെറ്റിച്ചുളിച്ചു കൊണ്ട് ചോദിച്ചു. സാറല്ല, അച്ഛൻ, ഡാഡി, പപ്പ, എന്ത് വേണമെങ്കിലും വിളിക്കാം, യുവർ ചോയ്സ്. പക്ഷേ ഈ സാർ വിളി വേണ്ട. 1 മാസം കൂടി കഴിഞ്ഞാൽ നീ എൻ്റെ മോളുടെ ഭർത്താവാണ്, അതായത് എൻ്റെ മകൻ. അതുകൊണ്ട് ഇപ്പോഴേ അച്ഛന്ന് വിളിച്ച് ശീലിച്ചോ. ഓക്കെ? ആദി സമ്മതിച്ചു. എങ്ങനെ അറിഞ്ഞു എന്ന് പറ. ആദി വിടാൻ ഭാവമില്ല. മൂർത്തി തൻ്റെ ലാപ്ടോപ്പിലെ സത്യം പറഞ്ഞാൽ താൻ അത് പറയാനാണ് ഇവിടെ ഇരുന്നത്. മൂർത്തി തൻ്റെ ലാപ്ടോപ്പിലെ മലപ്പുറം ബ്രാഞ്ചിലെ CCTV കണക്ട് ചെയ്ത് ഫൂട്ടേജ് സൂം ചെയ്ത് ആദിക്ക് നേരെ തിരിച്ചു വെച്ച് കാണിച്ചു കൊടുത്തു. ഓഫീസിൻ്റെ മുന്നിലെയും ക്യാബിനിലും കോൺഫറൻസ് ഹാളിലെയും CCTV ക്യാമറ മാത്രമേ ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ളൂ. അവിടെ നടന്നതറിയാം. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? മൂർത്തി ചോദിച്ചു. ആദി തുടക്കം മുതൽ എല്ലാം വിസ്തരിച്ചു പറഞ്ഞു. മൂർത്തി തമാശയോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവനെവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ. പോകുമ്പോഴും വരുമ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? മൂർത്തി ചോദിച്ചു. ആദി സംശയത്തോടെ അയാളെ നോക്കി. എൻ്റെ മക്കൾ നാട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ പാറുവിനെ മകളായി ദത്തെടുത്തതും അവളെ CEO ആക്കിയതും അവരറിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഏത് നിമിഷവും ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം, മൂർത്തി ആശങ്കയോടെ പറഞ്ഞു. എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എൻ്റെ മോളുടെ വിവാഹം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, മൂർത്തി സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് തല കുമ്പിട്ടിരുന്നു. ഒന്നും സംഭവിക്കില്ല, ഞാൻ ഉറപ്പു തരാം. ആദി മൂർത്തിയുടെ കയ്യിൽ പിടിച്ചു. നിനക്കറിയാഞ്ഞിട്ടാണ് അവരെ. അത് മനുഷ്യന്മാരല്ല, ചെകുത്താന്മാരാ, തനി പിശാച്ച്. അപ്പോഴേക്കും യമുന ജ്യൂസുമായി അങ്ങോട്ട് വന്നു. ആദി ഒരു ഗ്ലാസ് എടുത്തു ഒറ്റ വലിക്ക് കുടിച്ചു. പിന്നെ തൻ്റെ കാറിൻ്റെ കീ വാങ്ങി പോകാനിറങ്ങി. മൂർത്തി പിന്നാലെ പോയി. ആദി തിരിഞ്ഞു നിന്ന് മൂർത്തിയോട് പറഞ്ഞു. ഇനി മുതൽ മലപ്പുറം ബ്രാഞ്ചിൽ പോകുമ്പോൾ അവളുടെ കൂടെ ഞാനും പോകാം. അവളെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടണ്ട. രവിയുടെ ബിഹേവിയർ ശരിയല്ല. മൂർത്തി തലയാട്ടി. ആദി കാറിൽ കയറി ഓടിച്ചു പോയി. മൂർത്തി വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തു. യമുന ഉണ്ടായിരുന്നു അവിടെ. മോള് പേടിക്കേണ്ട, ആദി നോക്കിക്കോളും. അവൻ്റെ അടുത്ത് അവൾ സേഫാണ്. ഗീത ഭക്ഷണം പോലും കഴിക്കാതെ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു. പിന്നെ കുഞ്ഞിനു വേണ്ടി വാങ്ങിവെച്ച കളിക്കോപ്പുകളും തൊട്ടിലും ഉള്ള റൂമിലേക്ക് പോയി. അതൊക്കെ തൊട്ടു നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ പൊട്ടിപ്പിളർന്നു ആർത്തലച്ചു കരഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ട് പത്മാവതി ഓടി വന്നു. കരയല്ലേ മോളെ, ആ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി. അവർ അവളെ സമാധാനിപ്പിച്ചു. ഇതൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി വാങ്ങിയതാ. ഇതൊക്കെ ഇനി ആർക്കാ? എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഓർമ്മ വരുന്നു. ദൈവം സന്തോഷിപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് തല്ലിക്കെടുത്തി. ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നത് വെറുതെയാ, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ കാണിക്കുമോ? കുഞ്ഞിനെ പറ്റി ഓർക്കും തോറും അവർക്കും നെഞ്ചു പൊട്ടുന്നുണ്ടായിരുന്നു. രവി ഓഫീസിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അവന് നല്ല ശരീരവേദനയുണ്ടായിരുന്നു. രവി
ടോക്കൺ എടുത്ത് ജനറൽ ഡോക്ടറുടെ റൂമിന് മുന്നിൽ കാത്തുനിന്നു. 2-3 പേരേ ഉള്ളൂ. രവിയുടെ ഊഴമായി. അവൻ ഡോക്ടറുടെ മുന്നിൽ ചെന്നിരുന്നു. എന്ത് പറ്റിയതാ? ഡോക്ടർ ചോദിച്ചു. അത് സ്റ്റെയർകേസിന്ന് കാല് തെന്നി വീണതാ, രവി പറഞ്ഞു. തല ഇടിച്ചിരുന്നോ? ഇല്ല. ഡോക്ടർ വിശദമായി പരിശോധിച്ചു. തൊടുന്ന ഭാഗത്തൊക്കെ വേദന കൊണ്ട് രവി മുഖം ചുളിച്ചു. നീരുണ്ട്, ഒന്ന് എക്സ്റേ എടുക്കണം. ഡോക്ടർ എഴുതി കൊടുത്തു. രവി അരമണിക്കൂറിനുള്ളിൽ എക്സ്റേ എടുത്ത് തിരിച്ചു വന്നു. എല്ലിന് കുഴപ്പമൊന്നുമില്ല, നീരുണ്ട്. അത് ചൂട് പിടിച്ച് ഓയിൽമെൻറ്റ് പുരട്ടിയാൽ മതി. പെയിൻ കില്ലർ എഴുതുന്നുണ്ട്, വേദന ഉള്ളപ്പോൾ മാത്രം കഴിച്ചാൽ മതി. രവി മരുന്ന് വാങ്ങി പുറത്തിറങ്ങി. അടുത്ത് കണ്ട ബാറിലേക്ക് കയറി. ചെറുതായി ഒന്ന് മിനുങ്ങി. പിന്നെ അവിടെ നിന്നിറങ്ങി വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തി ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിച്ചു. ഓയിൽമെൻറ്റും വാരി തേച്ചു കിടന്നു. അപ്പോഴും അവൻ്റെ മനസ്സിലേക്ക് പാറുവിൻ്റെ ഐശ്വര്യമായ മുഖം കടന്നു വന്നു. ക്ഷീണം കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. പാറു ഉണരുമ്പോൾ സന്ധ്യയായിരുന്നു. അവൾ ഞെട്ടിയെഴുന്നേറ്റു. തനിക്കിന്ന് എന്തു പറ്റി? താൻ പകൽ ഉറങ്ങാറില്ലല്ലോ. കൂടുതൽ ചിന്തിക്കാതെ അവൾ മാറ്റാനുള്ള ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി വിസ്തരിച്ചൊന്ന് കുളിച്ചു. ഡ്രസ്സ് മാറ്റി ഇറങ്ങി. യമുന അവളെ അന്വേഷിച്ച് വരുന്നുണ്ടായിരുന്നു. മോളെ, ക്ഷീണം മാറിയോ? ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല അമ്മേ, ഞാൻ ഉറങ്ങിപ്പോയി. അല്ല അമ്മേ, ഞാനെങ്ങനെ റൂമിലെത്തി? എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. അവൾ നെറ്റി തിരുമ്മി. ആദ്യമോ എടുത്തുകൊണ്ട് വന്ന് കിടത്തിയതാ. പാറുവല്ലാതായി. കല്യാണം നിശ്ചയിച്ചതാണ്. എന്നാലും മോളെ, വിളക്ക് തെളിയിക്കണം, അവർ ഓർമ്മിപ്പിച്ചു. പാറു വന്നതിന് ശേഷം അവളാണ് വിളക്ക് തെളിയിക്കുന്നത്. അത് കഴിഞ്ഞ് യമുന അവൾക്ക് ചായ കൊടുത്തു. അത് കുടിച്ചുകൊണ്ട് അവൾ ഫയൽ നോക്കാനിരുന്നു. സംശയമുള്ളത് അവൾ മൂർത്തിയോട് ചോദിച്ചു. 2 ഫയൽ ഒഴിച്ച് ബാക്കിയെല്ലാം അവൾ ക്ലിയർ ചെയ്തു. 2 എണ്ണത്തിൽ ഒരു പന്തികേട് അവൾക്ക് ഫീൽ ചെയ്തു. മറ്റു ഫയലുകളെ പോലെ അല്ല ഇത്. എത്ര ശ്രമിച്ചിട്ടും ടാലി ആവുന്നില്ല. എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉള്ളതുപോലെ. അവൾ തൻ്റെ സംശയം അച്ഛനോട് പറഞ്ഞു. അയാളത് നിസ്സാരമാക്കി. രവി ബ്രില്യൻ്റ് ആണ്. അവൻ നോക്കിയ ഫയലൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല, അയാൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. മൂർത്തി ഫയൽ എടുത്തു നോക്കി. മൂർത്തി അവളെയും കൂട്ടി ലിഫ്റ്റിൽ കയറി 3ാമത്തെ നിലയിലേക്ക്. ഓഫീസ് റൂമിൻ്റെ ഡോറിൻ്റെ പാസ്വേഡ് അടിച്ചു. അത് തുറന്ന് അകത്ത് കയറി. ഡോർ ഓട്ടോമാറ്റിക് ക്ലോസായി. മൂർത്തി ഫയൽ വിശദമായി നോക്കി. ചില ഭാഗങ്ങൾ ഒരു വെള്ള പേപ്പറിൽ എഴുതി വെച്ചു. ഇത് ശരിയാണല്ലോ. അവൾ ഒരു പോയിൻ്റ് മൂർത്തി കാണിച്ചു കൊടുത്തു. ഇത് ക്ലിയർ ആക്കാതെ എഴുതിയതാണ്. അച്ഛാ, ഡിസ്കൗണ്ട് 40%. ഇത്രയും ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ടോ? അപ്പോഴാണ് മൂർത്തിയും അത് ശ്രദ്ധിച്ചത്. കാരണം അത്രയും ക്ലിയർ ഇല്ലാതെയാണ് അത് എഴുതിയത്. സ്വർണം വാങ്ങിയത് ഒരു ഗീതയും പത്മാവതിയും, അതായത് മിസ്റ്റർ രവിയുടെ അമ്മയും ഭാര്യയും. അതും എത്ര പവൻ്റെ ആഭരണങ്ങൾ. ഇത് മിസ്റ്റർ രവി അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. മൂർത്തിക്ക് ഇപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം മനസ്സിലായത്. ചതി, വഞ്ചന. മൂർത്തി ദേഷ്യം കൊണ്ട് വിറച്ചു. ഇത്രയും ഡിസ്കൗണ്ട് ആർക്കും കൊടുക്കാറില്ല. മൂർത്തി ആദിയെ വിളിച്ചു വിവരം പറഞ്ഞു. നാളെ തന്നെ നേരിട്ട് പോയി അന്വേഷിക്കാമെന്ന് ആദി പറഞ്ഞു. ആദി പിറ്റേന്ന് മുതൽ തൻ്റെ ജോലിക്കാർക്ക് 2 ദിവസത്തെ ലീവ് കൊടുത്തു. മലപ്പുറത്തേക്ക് പോകുമ്പോൾ ആകാശിനെയും ഒപ്പം കൂട്ടാൻ ആദി തീരുമാനിച്ചിരുന്നു. പിന്നെ ആകാശിനോട് ഇന്ന് സംഭവിച്ചതടക്കം എല്ലാം തുറന്നു പറഞ്ഞു. ആകാശ് നാളെ ഓഫീസിലേക്ക് വരാമെന്ന് ഉറപ്പ് കൊടുത്തു. എനിക്ക് അവനെ ഒന്ന് വിസ്തരിച്ച് ഒന്ന് കാണണം. എൻ്റെ പെങ്ങളുടെ പിന്നാലെയല്ലേ, അപ്പോൾ ഞാൻ അവനെ കാണണ്ടേ? അന്ന് രാത്രി മൂർത്തി യമുന ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് പാറുവിൻ്റെ റൂമിലേക്ക് പോയി. അവൾ കിടന്നിട്ടില്ലായിരുന്നു. പകൽ ഉറങ്ങിയത് കൊണ്ട് അവൾക്ക് ഉറക്കം വന്നില്ല. മൂർത്തി ഡോറിൽ തട്ടി. അവൾ വാതിൽ തുറന്നു. വാ വിളിച്ചുകൊണ്ട് അയാൾ മുകളിൽ ഓഫീസ് റൂമിലേക്ക് പോയി. പാറു പിന്നാലെ ചെന്നു. മൂർത്തി അവിടെയുള്ള സെറ്റിൽ അവളെ പിടിച്ചിരുത്തി. പേടിക്കരുത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കൈലാസും കിഷോറും നാട്ടിലെത്തിയിട്ടുണ്ട്. നിന്നെ ദത്തെടുത്തതും CEO ആക്കിയതും അവരറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും കരുതിയിരിക്കണം. ആദിക്ക് എല്ലാം അറിയാം. പിന്നെ മൂർത്തി മേശയുടെ അടുത്തുള്ള ചുമരലമാര തുറന്ന് ഒരു പിസ്റ്റൾ എടുത്ത് പാറുവിൻ്റെ നേരെ നീട്ടി. അത് കണ്ട് അവൾ പേടിച്ചു വിറച്ചു. തൻ്റെ കൈ പിന്നിലേക്ക് വലിച്ചു. ഇത് നിനക്ക് ഉപയോഗിക്കാൻ അറിയില്ലെന്ന് എനിക്കറിയാം. ഇതൊരു ധൈര്യത്തിന് വേണ്ടിയാ. ലൈസൻസ് ഉള്ളതുമാണ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് നിന്നെ കൂടി നഷ്ടപ്പെടാൻ വയ്യ മോളെ. അതുകൊണ്ടാ, എൻ്റെ ഒരു ധൈര്യത്തിന്. പ്ലീസ് ഇത് പിടിക്ക്. മൂർത്തി അത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു.
അപ്പോൾ അച്ഛനോ? ഇവിടെ വേറെയുണ്ട്. അയാൾ ലേറ്റസ്റ്റ് മോഡൽ ഗൺ എടുത്തു കാണിച്ചു. പേടിക്കേണ്ട, ലൈസൻസ് ഉള്ളതാ. എനിക്ക് ട്രെയിനിങ് കിട്ടിയതാ. പിന്നെ നിനക്ക് ഞാൻ ലൈസൻസിന് അപേക്ഷിക്കാൻ പോവുക. അതിൻ്റെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അത് നീ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഉപയോഗിക്കാനുള്ള ട്രെയിനിങ്ങും കിട്ടും. പേടിക്കേണ്ട, എല്ലാറ്റിനും ഞാനുണ്ട് കൂടെ. നീ പോയി കിടന്നോ. എൻ്റെ റൂമിൽ വയ്ക്കാൻ എനിക്ക് പേടിയാ. ഓക്കെ, നാളെ എടുക്കാം. മൂർത്തി അത് വാങ്ങി വെച്ചു. പാറു തിരിച്ചുപോയി. ഫയൽ നോക്കാൻ ഇരുന്നെങ്കിലും അവൾക്ക് ശ്രദ്ധ കിട്ടിയില്ല. അവളുടെ മനസ്സിൽ ഗൺ നിറഞ്ഞു നിന്നു. സമയം 11:30 ആ സമയം ആദി വിളിച്ചു. കിടന്നോ? ഇല്ല, ഉറക്കം കിട്ടുന്നില്ല. അത് പകൽ ഉറങ്ങിയിട്ടാ, ആദി പറഞ്ഞു. അവൾ മൂളി. എന്താ ഒരു സുഖമില്ലാത്ത പോലെ? പാറു ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പിന്നെ എല്ലാം തുറന്നു പറഞ്ഞു. ഗണ്ണിൻ്റെ കാര്യം പ്രത്യേകിച്ചെടുത്തു പറഞ്ഞു.